ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രോഗ്രഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിന്റെ ഒരു സീക്വൻസിനാണ് നമ്മൾ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. പ്രത്യേക ഓർഡറിൽ പോകുന്ന ഒരു നമ്പർ ഓഫ് സീക്വൻസിനാണ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിൽ മെയിൻ ആയിട്ട് രണ്ട് പ്രോഗ്രഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും രണ്ടാമത്തത് ജിയോമെട്രിക് പ്രോഗ്രഷനുമാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ അടുത്തടുത്ത നമ്പറിലേക്ക് സെയിം ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3 എന്നിങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് 1, 2, 3 എന്ന് പോകുന്ന നമ്മുടെ നാച്ചുറൽ നമ്പർ സീക്വൻസ്. ഇത് ഒരു നമ്പർ എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്നിലേക്ക് ഒന്ന് കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? 2 വരുന്നത്. അതേപോലെ രണ്ടിലേക്ക് ഒന്ന് കൂട്ടുമ്പോഴാണ് 3 വരുന്നത്. അതിനി 4 വന്നാലോ, മൂന്നിലേക്ക് ഒന്ന് കൂട്ടുമ്പോഴാണ് 4 വരുന്നത്. അതായത് ഈ അടുത്തടുത്ത നമ്പേഴ്സിലേക്ക് സെയിം നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഈ നമ്പേഴ്സിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അതായത് അടുത്തടുത്തുള്ള നമ്പറിൽ നിന്ന് ഇപ്പൊ 4 എന്ന് പറയുന്ന 4ഉം 3ഉം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ നമ്പറായ 4ൽ നിന്ന് 3 ഒന്നാമത്തെ നമ്പറായ 3 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. അതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷന് എപ്പോഴും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമിന് നമ്മൾ എ എന്ന അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എഫ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പോകുന്ന സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിന് സെയിം ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു എക്സാമ്പിൾ ആണ്. 1, 2, 3, 4 എന്ന് പറയുന്ന നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എന്ന് പറഞ്ഞു പോകുന്ന ഈവൻ നമ്പേഴ്സ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എക്സാമ്പിൾ ആണ്. എന്താണ് ഇവിടെ പ്രത്യേകത? 2ലേക്ക് 2 കൂട്ടുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. അതേപോലെ 4ലേക്ക് 2 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. 6ലേക്ക് 2 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 8 എന്ന് കിട്ടുന്നത്. അതായത് സെയിം ആയിട്ടുള്ള നമ്പർ ആണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. 8ൽ നിന്ന് 6 കുറച്ചാലും 6ൽ നിന്ന് 4 കുറച്ചാലും 4ൽ നിന്ന് 2 കുറച്ചാലും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ആണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അതായത് 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 ആണ്. നമ്മൾ കോമൺ ഡിഫറൻസിനെ ഡി എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓഡ് നമ്പേഴ്സ് എടുക്കാം. ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1, 3, 5, 7 ഈ ഒരു നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ്. ഇവിടെ നമുക്കൊരു കോമൺ ഡിഫറൻസ് കിട്ടും. 1ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. 3ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു കോമൺ ഡിഫറൻസ് കിട്ടും. അതെന്താണ്? 2 ആണ്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും ഫോർ എക്സാമ്പിൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ 5, 10, 15, 20 എക്സെട്ര മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അതേപോലെ തന്നെ 10ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതും 5 ആണ്. അതേപോലെ ഒരേ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ടേം നമ്മൾ എ എന്നും കോമൺ ഡിഫറൻസിനെ ഡി എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അരിത്തമെറ്റിക് സീക്വൻസിനെ നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് അതിന്റെ ഓൾജിബ്രിക് ഫോമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ടി എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് ബി എന്നാണ്. അതായത് ഇവിടെ എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേമിന്റെ പൊസിഷൻ ആണ്. ഓരോ ടേംസിന്റെയും പൊസിഷനെയാണ് നമ്മൾ എന്നോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടി ടേമിനെയാണ് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത്, എഫ് അല്ല എ ആയിക്കോട്ടെ, എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 5 ആണെന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. എങ്ങനെ ഉണ്ടാക്കാം? അതിൽ നിന്ന് നമുക്ക് ടി ഫസ്റ്റ് ടേം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്താണെന്ന് തന്നിട്ടുണ്ട്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം, അതായത് T2 എന്ന് പറയുന്നത്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് എ എന്തായിരുന്നു? ഇവിടെ 1 ആയിരുന്നു നമ്മുടെ എ എന്ന് പറയുന്നത്. പ്ലസ് N-1. N എന്ന് പറയുന്നത് പൊസിഷനാണ്. നമ്മുടെ രണ്ടാമത്തെ പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
രണ്ടാമത്തെ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ 2 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ് 5 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ 2 മൈനസ് 1 1 കിട്ടും. 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 5 തന്നെയാണ്. 5 പ്ലസ് 1 ദാറ്റ് ഇസ് 6. അതായത് സെക്കൻഡ് ടേം എന്താണെന്ന് കിട്ടും 6 ആണ് കിട്ടും. ഇത് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് 5 ഇങ്ങനെ കൂട്ടി വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 6 11 എന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ടേം തന്നു, അതേപോലെ തന്നെ കോമൺ ഡിഫറൻസും തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറയാണ് ഒരു 15ാമത്തെ പദം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 20ാമത്തെ പദം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി പോകലൊരു പണിയാണ്. അപ്പം ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം, അതായത് എ എന്ന് പറയുന്നത് 2 ആണ്, അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് അത് 3 ആണെന്ന് തോന്നുന്നു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ 15 എന്ന് പറയുന്നത് എന്തായിരിക്കും എ പ്ലസ്, അതായത് 2 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എൻ മൈനസ് നമുക്ക് 15ാമത്തെ പദം കണ്ടുപിടിക്കുന്നത്. അപ്പൊ 15 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. 15 എന്ന് വെച്ചാൽ നമുക്ക് 14 കിട്ടും. 14നെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 14 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 42 പ്ലസ് 2, അതായത് നമുക്ക് ഉത്തരമായിട്ട് എന്ത് കിട്ടും 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പോ അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് സീക്വൻസ് എന്താ തന്നിട്ടുള്ളത് 15 12 9 അങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കാം 15 12 9 ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 15നോട് -3 കുറച്ച് സോറി അതാണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 15നോട് ഒരു സംഖ്യ മൈനസ് ആയിട്ടുള്ള ഒരു സംഖ്യ കുറച്ച് കൂട്ടിയത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത് അടുത്ത സംഖ്യ 12 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് നമ്പർ മാത്രമല്ല ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെസിമൽസ് ആഡ് ചെയ്യാൻ പറ്റും, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും, മൈനസ് സംഖ്യകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് സീക്വൻസിൽ നമുക്ക് മൈനസ് സംഖ്യ ആഡ് ചെയ്തതുകൊണ്ടാണ് എന്ത് ഇത് കുറഞ്ഞു കോമൺ ഡിഫറൻസ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ എടുത്തിട്ട് അതിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യാം. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണോ അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇവിടെ നമുക്ക് 12ൽ നിന്ന് 15 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഉത്തരം എന്ന് പറയുന്നത് -3 ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 0.5 0.7 0.9 അങ്ങനെ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. അടുത്തുള്ള ഈ രണ്ട് നമ്പേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 109 നിന്ന്, അതായത് രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഞാൻ ഒന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യാതെ ചെയ്യേണ്ടത്. അതായത് 0.9ൽ നിന്നിട്ട് 0.7 മൈനസ് ചെയ്യണം. അതായത് നമുക്ക് എന്ത് കിട്ടും 0.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓക്കെ, അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ്. എന്താണ് മൂന്ന് അടുത്തടുത്ത് വരുന്ന അരിത്തമെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാല് അതിലെ നടുവിലത് നമുക്ക് തന്നില്ലാന്ന് വെച്ചാൽ, അതായത് ABC എന്ന് പറയുന്ന അടുത്തടുത്തുള്ള 3 സീക്വൻസ് തന്നിട്ട് അതിൽ നിന്ന് നടുവിലത്തത് തരാതെ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത് എന്താണ് B ഈസ് ഈക്വൽ ടു A പ്ലസ് C/2. അതായത് 3 കോൺസിക്യൂട്ടീവ് ടേംസ് തന്നിട്ട് അതിൽ ഒരെണ്ണം മിസ്സാക്കിയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ, അതായത് നടുവിലുള്ള ഒരെണ്ണം മിസ്സാക്കിയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പോഴും ഉള്ള ആൾക്കാരുടെ സം എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ നടുക്കത്തെ സംഖ്യ കിട്ടും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഓക്കെ, ഇപ്പൊ 3 അടുത്തടുത്തുള്ള സംഖ്യകൾ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് 6x 14 എന്ന് തന്നിട്ട് ഇതെന്താണ് 3 അടുത്തടുത്തുള്ള ടേംസാ. ഇതിൽ എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൽ നിന്ന് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 14 + 6 ഡിവൈഡഡ് ബൈ 2, 14 + 6 എന്താണ് 20 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x = 10 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ
അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. -28 എക്സ് -12 എന്ന് തന്നിട്ട് നമ്മളോട് പറയാണ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മൂന്ന് അടുത്തടുത്തുള്ള ടേംസ് ആണ്. ഇനി എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? -28 പ്ലസ് -12 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. -28 -12 എന്ന് പറഞ്ഞാൽ പ്ലസ് -12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -28 പ്ലസ് -12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -40 ആണ്. -40 ആണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് -20 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ള. ഇനി അടുത്തൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് രീതികളുണ്ട്. അതിൽ ഫസ്റ്റത്തെ രീതി നമ്മൾ പറഞ്ഞു, അടുത്തുള്ള രണ്ട് ടേംസിനെ എടുത്തിട്ട് അതിലെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തടുത്തുള്ള ടേംസ് തന്നില്ല, വിട്ടുവിട്ടുള്ള രണ്ട് ടേംസ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള സീക്വൻസ് നിങ്ങൾ നോക്കിയാൽ 4 പിന്നെ രണ്ട് ടേംസ് നമുക്ക് തന്നിട്ടില്ല. ഒന്നാമത്തെ ടേമും പിന്നെ രണ്ട് ടേംസ് നമുക്ക് തന്നിട്ടില്ല. നാലാമത്തെ ടേമാണ് പിന്നെ തന്നിട്ടുള്ളത്. എന്നിട്ടോ നമ്മള് അതിന്റെ അപ്പുറമുള്ള കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കിപ്പോ ചെയ്താൽ മതി. ഈ 22ലേക്ക് ആ ഒരു കോമൺ ഡിഫറൻസ് അറിയില്ല. കോമൺ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് അടുത്തുള്ള ടേംസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? നമുക്കറിയാം 4 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമാണ്. അതേപോലെ തന്നെ 22 എന്ന് പറയുന്നത് ഫോർത്ത് ടേം ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയാം. അതായത് ടേം ഡിഫറൻസ്, അതായത് 22 -4 ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻ ഡിഫറൻസ്. 22ന്റെ പൊസിഷൻ ഏതാ? 22ന്റെ പൊസിഷൻ 4 ആ. അതേപോലെ തന്നെ 4ന്റെ പൊസിഷനോ 1 ആ. അപ്പൊ 4ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 1 മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 18 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് 6 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ല. കാരണം 22ന്റെ തൊട്ടടുത്തുള്ള ടേം ആണ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. 22ലേക്ക് 6 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 22ലേക്ക് 6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 28 ആണ്. ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മള് ഓക്കെ, ഇത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്? ഫിഫ്ത് ടേം 20 ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതിൽ എഴുതാൻ ഞാൻ വിട്ടുപോയതാണ്. ഇത്രേ ഉള്ളൂ. ഇതിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫിഫ്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 15th ടേം എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ടേം ഫിഫ്ത് ടേം തന്നിട്ടുണ്ട്, 15th ടേം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോമൺ ഡിഫറൻസ് എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂല. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആൾജിബ്രിക് ഫോം നമ്മൾ പഠിച്ചിരുന്നു. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എന്താണെന്ന് നമ്മൾ പറയുന്നു? Tn ഈക്വൽ ടു a പ്ലസ് n-1 d ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? ഇവിടെ നമുക്ക് ആകെ ഉള്ളത് എന്താണ്? n നമ്മുടെ കയ്യിലുണ്ട്. ഇത്ര ടേംസ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. കാരണം 15 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, ടോട്ടൽ 15 ടേംസ് ഉണ്ട്. അത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? ഡി ഇല്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ടേമും പൊസിഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ടേം ഡിഫറൻസ് ഏതൊക്കെയാണ്? 60 -20 ആണ്. ഇനി 60ന്റെ പൊസിഷൻ എന്താ? 60ന്റെ പൊസിഷൻ 15ഉം 20ന്റെ പൊസിഷൻ 5ഉം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 40/10 എന്ന് കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് 4 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? എ ആണ് നമുക്ക് ഡി കിട്ടി എന്ന് നമുക്ക് അറിയാൻ പറ്റും. ജി എൻ എന്താ നമുക്കറിയാം. അതായത് 15ാമത്തെ പൊസിഷനിലുള്ള ടേം ഏതാണെന്ന് നമുക്കറിയാം. 15ാമത്തെ പൊസിഷനിലുള്ള ടേമാണ് ടി എൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ കണ്ടുപിടിക്കാമല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ടി എൻ എന്ന് പറയുന്നത്, അതായത് 15ാമത്തെ പൊസിഷനിലുള്ള ടേം എന്ന് പറയുന്നത് 60 ആണെന്ന് നമുക്കറിയാം. 60 ഇട്ട് കൊടുത്തു. ആൻഡ് 15 എൻ എന്ന് പറയുന്നത് 15 ആണെന്ന് നമുക്കറിയാം. ഇതിലേക്ക് നമുക്ക് കിട്ടിയ എന്താണ്? 4 ആണ് കിട്ടിയത്. അപ്പൊ 15ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. 14 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ്? 56 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അതായത് 60ൽ നിന്ന് 56 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. എ എന്ന് പറയുന്നത് 4 ആണ് കിട്ടി. ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, അതായത് ടി എൻ
ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15ാമത്തെ ടേം 20ാമത്തെ ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇപ്പോ നമുക്കൊരു ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ 6, 11, 16 എന്നിങ്ങനെ ഒരു സീക്വൻസ്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് പോകുന്നുണ്ട്. അതിന്റെ 15ാമത്തെ ടേം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. 15ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമുക്കറിയാം ടി എൻ, അതായത് T15 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. T15 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ നമുക്കറിയാം എന്താണ്, 6 ആണെന്ന് അറിയാം. 6 പ്ലസ് എൻ മൈനസ് ഡി, അതായത് 15th ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 15 നിന്ന് 1 വർഷം നമുക്ക് 14 എന്ന് കിട്ടും. 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്കറിയാം എന്താണ്, 11 നിന്ന് 6 കുറയ്ക്കുന്നതായിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് 5 ആയിരിക്കും. 14നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. 70ലേക്ക് 6 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ ഇസ്, അതായത് T15. അതായത് 15th ടേമിലുള്ള 15th ടേം എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 76 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ഒരു മോഡിഫിക്കേഷൻ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താ, ഒരു സീക്വൻസ് തന്നു, ആ സീക്വൻസിന്റെ ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കുന്ന പറഞ്ഞത്. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ 5, 10, 15 തുടങ്ങി 75-ൽ അവസാനിക്കുന്ന ഒരു സമാന്തര ശ്രേണിയുണ്ട്. അതിന്റെ 75ാമത്തെ പദം 75 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്നാണ് ചോദ്യം. അതായത് ഇത്രയും സമയം നമ്മൾ ടേം ആണ് കണ്ടുപിടിച്ചത്, ഇനി നമ്മൾ പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഇക്വേഷന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പൊസിഷൻ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. n is equal to Tn മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. അത് ഒന്നുമില്ല, നിങ്ങൾ ആ ഇക്വേഷൻ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഇക്വേഷൻ പഠിക്കുന്നത് യാതൊരു നിർബന്ധമില്ല. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു? Tn is equal to എ പ്ലസ് എൻ മൈനസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ. ഇത് നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് ടി എൻ ആ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? എൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ടേം ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഓൾറെഡി ടേം അല്ല, പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടേം നമുക്കറിയാം, ടേം എത്രയാണെന്ന് അറിയാം. ടി എൻ എത്താണെന്ന് നമുക്കറിയാം, 75 ആണെന്ന് അറിയാം. എ എന്താണെന്ന് ഇതിൽ തന്നിട്ടുണ്ട്, 5 ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് എൻ മൈനസ് ഡി, എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് അവിടുത്തെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. n-1 ഇൻറ്റു ഡി. ഡി കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം, 15ൽ നിന്ന് 10 കുറക്കുന്നതാണ്, അതായത് 5. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാലോ. ഇങ്ങനെ ചെയ്യാം, 5 പ്ലസ് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യാം. നമുക്ക് 5n മൈനസ് 5 എന്ന് കിട്ടും. ഇനി ഇതിലെ +5 ഉം -5 ക്യാൻസൽ ആയി പോകും. ആൻഡ് നമുക്ക് ഇവിടെ ബാക്കി ഉണ്ടാവാം 75 ഈക്വൽ ടു 5n എന്ന് കിട്ടും. അതിൽ നിന്ന് n കണ്ടുപിടിക്കാൻ അറിയാലോ, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. അതായത് n is equal to 75 divided by 5 is equal to നമുക്ക് എന്ത് കിട്ടാം? 15 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ആ ഇക്വേഷന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് ഇക്വേഷൻ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സം ഓഫ് ടേംസ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ നമ്മൾ എങ്ങനെ കാണാം? ഒരുപാട് ടൈപ്പ് ഓഫ് കാണാനുണ്ട്. ബേസിക്കലി ഞാൻ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതി, അതായത് സിമ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതി എന്ന് വിചാരിച്ചു. 2, 4, 6, 8, 10. ഓക്കെ, 10, 12. ഓക്കെ, ഇത്രയും മതി. ഇത് 6 ടേംസ് ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 6 പദങ്ങളുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ കൂട്ടാം? ശരിക്കും നമ്മൾ എങ്ങനെ കൂട്ടാം? 4 കൂട്ടണം, പിന്നെ അതിൽ 6 കൂട്ടണം, പിന്നെ 8 കൂട്ടണം. അതൊരു പണിയാണ്. നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. 2 12 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. 4 10 ആഡ് ചെയ്താലോ അപ്പോൾ നമുക്ക് കിട്ടും 14. 6 8 ആഡ് ചെയ്താലോ അപ്പോൾ നമുക്ക് കിട്ടും 14. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ അറ്റത്തു നിന്നുള്ള അക്ഷരങ്ങൾ, പദങ്ങൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് രണ്ടും ആഡ് ചെയ്തിട്ട് എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് n-2 ഇൻറ്റു
ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ഇത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പദങ്ങളുടെ എണ്ണം അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയില്ല, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും മാത്രമേ അറിയുള്ളൂ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. n-n/2 എന്താണ് n n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു t. ഓക്കെ, ഇനി ഇതേ കേസിൽ തന്നെ അത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് 1, 2, 3, 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n+1 ആണ്. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, ഈവൻ നമ്പേഴ്സ് നമ്മുടെ 2, 4, 8 തുടങ്ങിയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് n+1 എന്നും, അതുപോലെ ഓഡ് നമ്പേഴ്സ് നമ്മുടെ 1, 3, 5 പോലുള്ള ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സം നമ്മൾ യൂസ് ചെയ്യുന്നത് n² എന്നാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എക്സാമ്പിൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 1, 2, 3 തുടങ്ങിയിട്ടുള്ള നമ്മുടെ 2 നോക്കാം. 2, 6, 10 തുടങ്ങിയിട്ടുള്ളത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ 16 ടേംസിന്റെ സമ്മ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ശേഷം 16 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ നമ്മൾ എഴുതുന്നുണ്ടല്ലോ, എന്താണ് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം 16 എണ്ണത്തിന്റെ സമ്മ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് n/2 എന്ന് കിട്ടും. n/2 നമുക്ക് എന്ത് ചെയ്യും, 16ന്റെ പകുതിയാണ്, അതായത് 8 ഇൻറ്റു 2a എന്ന് പറയുന്നത് എ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം എന്താണെന്ന് നമുക്കറിയാം 2 ആണ് നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. പ്ലസ് n-1 അതായത് 16 മൈനസ് 1 അതായത് 16 എന്ന് കിട്ടും. 15 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4 ആണ്. 15 ഇൻറ്റു 4 എന്നതാണ് 6 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടാം, 64 ഇൻറ്റു 8 അതായത് 512 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടേം നമുക്കൊരു എന്തെന്നോ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12th ടേം എന്ന് പറയുന്നത് 48 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം ഉണ്ടെന്ന് പറയാം, 12 ടേം ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12ന്റെ പകുതി, അതായത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 12ന്റെ പകുതി 6 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 4 പ്ലസ് 48 അതായത് 52 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 52 ഇൻറ്റു 6 എന്ന് പറയുന്നത് ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ അടുത്ത എക്സെട്ര പ്ലസ് 20 എന്നാണ്. ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി n+1/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കും. എന്ന് പറയുന്നത് എന്താ, അതിന്റെ നമ്പർ ഓഫ് സീക്വൻസ് നമുക്കറിയാം. ഇതൊരു എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സീക്വൻസ് 20 ആണ് നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20 ഇൻറ്റു n+1 എന്ന് പറയുമ്പോൾ 21 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 2ഉം 20 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ 10 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ 210 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താ 5 + 10 + 15 എക്സെട്ര പ്ലസ് 100. ഇതിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതിനെയാളും എളുപ്പപ്പണിയാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താണ്, അതൊക്കെ നമ്മുടെ 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ 5നെ പുറത്തെടുക്കാം. 5നെ പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയും 1 + 2 + എക്സെട്ര പ്ലസ് 100 ഇൻറ്റു 5 ആണ് എന്ത്, 100 ഡിവൈഡഡ് ബൈ 20 ആണ് എന്തെന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താം, 20 എന്ന് എഴുതാം. അതായത് 20 ഇൻറ്റു 5 ആണ് എന്തെന്ന് പറയുന്നത് 100 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1 + 2 + 3 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 210 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, 5നെ 210 കൊണ്ട് ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും, നമുക്ക് സമ്മ് ഈസ് ഈക്വൽ ടു 1500 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെയും ഈവൻ നമ്പേഴ്സിന്റെ ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ബുദ്ധിമുട്ടി മറ്റേ ഇക്വേഷൻ ഈ ഇക്വേഷൻ വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് സമയം സേവ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്.
ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. 12th ടേം 48 ആണെന്ന് തന്നിട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് നമ്മൾ അടുത്തടുത്ത നമ്പേഴ്സിലേക്ക് ഒരു പ്രത്യേക സംഖ്യ കൂട്ടി കൂട്ടി പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത സംഖ്യകളിലേക്ക് ഒരു നിശ്ചിത സംഖ്യ ഗുണിച്ചുകൊണ്ട് ഗുണിച്ചുകൊണ്ട് പോകുന്നതാണ്. അതായത് നേരത്തെ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്താ ചെയ്തത്, ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 2 4 8 ഇതൊരു എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറഞ്ഞത്. കാരണം 2ലേക്ക് 2 കൂട്ടി, 4ലേക്ക് 6, 4ലേക്ക് 2 കൂട്ടി, അങ്ങനെയാണ് നമ്മളുടെ എന്ത് പോകുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് പോകുന്നത്. അതായത് ഒരേ സംഖ്യയാണ് കൂട്ടിക്കൊടുക്കുന്നത്. അതേപോലെ തന്നെ ജിയോമെട്രിക് പ്രോഗ്രഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണ് ഗുണിച്ചു ഗുണിച്ചു പോകുന്നത്. ഓക്കെ, അതായത് 2 4 8 16 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താ, 2ലേക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്, 4ലേക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്, 8ലേക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 16 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്ര ഉള്ളൂ, അടുത്തടുത്തുള്ള സംഖ്യകളിലേക്ക് ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ജിയോമെട്രിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ നമ്മൾ കോമൺലി റെപ്രസെന്റ് ചെയ്യുന്നത് a is equal to a into r raised to n minus 1 എന്ന ഫോമിലേക്കാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ടേമിനെ നമ്മൾ a വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ആണ്. അതുപോലെ തന്നെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് പറഞ്ഞു d എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ നമുക്ക് ഉണ്ടാവാം കോമൺ റേഷ്യോ. അതെങ്ങനെ ഉണ്ടാകുന്നത്, നമ്മൾ പറഞ്ഞു 2 4 8 എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ്, ഒരു ജിയോമെട്രിക് സീക്വൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 കൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന് കോമൺ റേഷ്യോ ഉണ്ടാവും. അതായത് അടുത്തടുത്ത സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ സംഖ്യ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോമൺ റേഷ്യോ കിട്ടാം. ഇപ്പൊ ഇവിടെ നമ്മൾ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ റേഷ്യോ എന്ത് കിട്ടും, 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 6 കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് സംഖ്യ സെലക്ട് ചെയ്യാം, അതിൽ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഒന്നാമത്തെ സംഖ്യയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ a കൊണ്ടും കോമൺ റേഷ്യോ നമ്മൾ 6 കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഇടാം. ഓക്കെ, ഫസ്റ്റ് ടേം ഇതാ എ ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും, എ ഇൻറ്റു ആ കോമൺ ഡിഫറൻസ് ആയിരിക്കും. പിന്നെ തേർഡ് ടേം എന്ന് പറയുന്നത് എയിലേക്ക് എ ആറിലേക്ക് ഒരു ആറ് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ആറിലേക്ക് ഒരു 6 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു 6 എന്താവും, ആർ സ്ക്വയർ ആയിട്ട് ആർ സ്ക്വയർ എന്ന് കിട്ടും. അതേപോലെ തന്നെ അടുത്തതിലേക്ക് ഒരു 6 കൂടി മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ എയർ ക്യൂബ് ആവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അതിന്റെ ജിയോമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ഇൻറ്റു ആർ റേസ്ഡ് എൻ മൈനസ് 1 ആണ്. അതായത് n മൈനസ് 1 എന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണ്, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ആർ റേസ്ഡ് 1 ആണ്, തേർഡ് ടേം ആർ റേസ്ഡ് 2 ആണ്, ഫോർത്ത് ടേം ആർ റേസ്ഡ് 3 ആണ്. നിങ്ങൾ നോക്കി നോക്കിയാൽ ഫോർത്ത് ടേം എന്താണ്, ആർ റേസ്ഡ് 3 ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, n മൈനസ് 1 എന്ന് വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്തടുത്തുള്ള ടേം കണ്ടെടുത്തു. ഇപ്പൊ നമുക്ക് ഇത് ജിയോമെട്രിക് സീക്വൻസിൽ ഫസ്റ്റ് ടേം തന്നു, ഫസ്റ്റ് ടേം 3 ആണെന്ന് തന്നു, ഫസ്റ്റ് ടേം 3 ആണെന്ന് തന്നു. നമ്മളോട് പറയാണ് തേർഡ് ടേം ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫിഫ്ത്ത് ടേം അതായത് A5 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. A5 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 തന്നിട്ടുണ്ട്, 6 എന്താന്ന് തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാടാം, നമുക്ക് ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഫിഫ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ a ഇൻറ്റു, അതായത് 3 ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1, അതായത് 3 റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1, അതായത് 3 റേസ് ടു 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ, 3 ഇൻറ്റു 3 റേസ് ടു 4 ആണ്. 3 റേസ് ടു 4 എന്ന ആൻസർ കിട്ടും. അതായത് ബേസിക്കലി എന്താണ്, നമുക്ക് a റേസ് ടു n ഇൻറ്റു എ റേസ് ടു എം എന്ന് പറയുന്നത് എന്താണ്, എ റേസ് ടു എം പ്ലസ് എൻ. അതേപോലെ തന്നെ 3 ഇൻറ്റു 3 റേസ് ടു 1 ഇൻറ്റു 3 റേസ് ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 3 റേസ് ടു 4 പ്ലസ് 1 ഓക്കെ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം? 2, 10, 15 എന്ന് പറയുന്ന സീക്വൻസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കണം? ഒരു സെയിം നമ്പർ കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ആ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്തടുത്തുള്ള ടേംസ് സെലക്ട് ചെയ്യുക, അതിനെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ 10ഉം 15ഉം അടുത്തടുത്തുള്ള രണ്ട് ടേംസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15ൽ നിന്ന് 10നെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ സീക്വൻസ് നിങ്ങൾ നോക്കി, രണ്ടാമത്തെ സീക്വൻസിൽ 3യും 12ഉം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 3, അതായത് നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അടുത്തടുത്തുള്ള കോൺസിക്വന്റ് ടേംസ്, അതായത് ABC എന്ന് പറയുന്ന കോൺസിക്വന്റ് ടേംസ് നമുക്ക് തന്നിട്ട് ബി കണ്ടുപിടിക്കാൻ, അതിൽ ബി തരാതെ നമ്മളോട് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടി അതിന്റെ എന്ത് ചെയ്താൽ മതി? പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കിവിടെ ജിയോമെട്രിക് സീക്വൻസിൽ അടുത്തടുത്തുള്ള ABC എന്ന് പറയുന്ന 3 സീക്വൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ ബിയും ACയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AC ആണ്. ഓക്കെ, എയും സിയും തന്നിട്ട് നമ്മളോട് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് A ഇൻറ്റു സി എന്ന് പറയാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എയും സിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 3x 300 എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള സീക്വൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്, അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? x is equal to root of 3 into 300, അതായത് റൂട്ട് ഓഫ് 900 എന്ന് വരും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 13 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ എക്സിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കി കഴിഞ്ഞാല് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 15 into 2 ചെയ്താൽ മതി. 15 into 2 എന്താ? റൂട്ട് ഓഫ് 100 ആണ്. റൂട്ട് 100 എന്താടാ? സിക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഫസ്റ്റത്തെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഫസ്റ്റത്തെ ആൻസർ 13 ആണെന്ന് കിട്ടി. സെക്കൻഡത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 10 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജിയോമെട്രിക് സീക്വൻസിന്റെ സമ്മാണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ കുറെ സമയം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. ഫസ്റ്റ് ടേം ഈവൻ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെയും നാച്ചുറൽ നമ്പേഴ്സിന്റെയും സമ്മാണ് എടുക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ടേം ഇവിടെ കോമൺ റേഷ്യോ, നമ്മുടെ കോമൺ റേഷ്യോ 1നേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സംഭവം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് A ഇൻറ്റു Rn മൈനസ് 1 ഡിവൈഡഡ് ബൈ R മൈനസ് 1. Rn എന്ന് പറയുന്നത് പൊസിഷൻ ആണ് കേട്ടോ. ഇനി സം ഓഫ് ടേംസ് ഇതിൽ 6, അതായത് നമ്മുടെ കോമൺ റേഷ്യോ 1നേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് 1/2 1/3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്? S is equal to A into 1 minus Rn by 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ 2 + 2² + 2³ പ്ലസ് എക്സെട്ര പ്ലസ് 2⁸. ഇതിന്റെ സമ്മാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? ഇതിന്റെ സമ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്ക് സമ്മ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സമ്മ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമ്മാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? A ഇൻറ്റു Rn മൈനസ് 1 ഡിവൈഡഡ് ബൈ R മൈനസ് 1. Rn മൈനസ് 1 ഡിവൈഡഡ് ബൈ R മൈനസ് 1. അത് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാം? A ഇൻറ്റു, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? 2 ആ. 2 ഇൻറ്റു Rn മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ Rn ആരാണ്? 2⁸. അതായത് 2⁸ 2⁸ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ നമുക്ക് അറിയാലോ. 2 സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അടുത്തുള്ള ടേംസിൽ നിന്ന് 2 സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് ഒരു 2 വെച്ച് നമുക്ക് കോമൺ റേഷ്യോ 2 കിട്ടും. ഓക്കെ, ആ രണ്ടാണ് ഞാൻ ഇവിടെ എഴുതിച്ചിട്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കാണാം? 2 ഇൻറ്റു
ടു റൈസ് ടു എയ്റ്റ് മൈനസ് വൺ. ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ വൺ തന്നെ, അപ്പൊ അത് മെയിൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ടു റൈസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ടു റൈസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ടു റൈസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ 256 ആണ്. ഓക്കെ, ടു റൈസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണ്. ടു റൈസ് ടു നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 512 ആണ്. ആൻഡ് ടു റൈസ് ടു 10 എന്ന് പറയുന്നത് 1024 ആണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പൊ നമുക്കറിയാം ടു റൈസ് ടു എയ്റ്റ് എന്താണെന്ന് നമുക്കറിയാം 256 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 2 ഇൻറ്റു ടു റൈസ് ടു എയ്റ്റ് മൈനസ് വൺ എന്നല്ലേ, അതായത് 256 മൈനസ് വൺ ആണ്, അതായത് 255 മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൺ ആണ്. അത് നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 2 ഇൻറ്റു 255 ആണ് നമുക്ക്. 2 ഇൻറ്റു 255 എന്ന് പറയുന്നത് ആൻസർ പറ്റും 510 ആണ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി സീക്വൻസ് 2, 4, 8 എക്സെട്ര 520 ആണ്. ഇതിന്റെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ ടേം എത്രാമത്തെ ടേം ആണെന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? n is equal to r raised to n minus 1 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എത്രാമത്തെ ടേം ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റേഷ്യോവും ഫസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ. ഇനി ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് സീക്വൻസ് ഈ 520 എത്രാമത്തെ സീക്വൻസ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാ, ഈ ക്വസ്റ്റ്യൻ തന്നെ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? r raised to n minus 1 is equal to 520 എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ n, അതായത് എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a എന്താണെന്ന് നമുക്കറിയാം, 2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ഇവിടുത്തെ r എന്താണെന്ന് നമുക്കറിയാം. എന്താണ് r എന്ന് പറയുന്നത്? ഇവിടുത്തെ r എന്താ? ഇവിടുത്തെ r എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ കോമൺ റേഷ്യോ കിട്ടും. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, കോമൺ റേഷ്യോയും എന്താണ്? കോമൺ റേഷ്യോയും അതേപോലെ തന്നെ ഫസ്റ്റ് ടേമും നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ആറാണെന്ന് കിട്ടിയിട്ടുണ്ട്, 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് 2 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 520 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 റേസ് ടു 1, 2 റേസ് ടു ഒന്നുമില്ല എന്നർത്ഥം, അതായത് 2 റേസ് ടു 1 ആണെന്നാണ്. അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്, അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് 2 റേസ് ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും, ഈസ് ഈക്വൽ ടു 520 എന്ന് കിട്ടും. ഈ 520 എന്ന് പറയുന്നത് എന്താ? 520 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 2 റേസ് ടു 9 ആണ്. 2 റേസ് ടു 9 ആണ് ഈ 520 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? 2 റേസ് ടു n is equal to 2 റേസ് ടു 9 എന്ന് എഴുതാലോ. ബേസ് ഒരേപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പവർ ഒന്നാണ്, അതായത് നമുക്ക് n is equal to 9 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ ജിയോമെട്രിക് സീക്വൻസ് വരുന്നത് +1 9ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റൻസ് ഇതുപോലെയുള്ള എല്ലാവരും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്ത് നോക്കണം? ചെയ്ത് നോക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്ത് നോക്കണം. ഇതിന് പോരാത്തതിന് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ഓക്കെ, താങ്ക് യു.